തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിനായി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് ചർച്ച അജണ്ടയിലില്ലെങ്കിലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ CPM-ൽ കൂടിയാലോചനകൾ നടത്താനാണ് നീക്കം. ശ്യാമപ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമി, CPM നേതൃയോഗത്തിൽ പരാജയം സംബന്ധിച്ചാണോ പ്രധാനപ്പെട്ട ചർച്ച? ഒപ്പം പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിൽ ചർച്ചയുണ്ടാകുമോ? കാരണം കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞത് അവിടെ അത്തരം ചർച്ചകളില്ല, സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ്. ഗൗതമ, CPM 2 ദിവസമായി ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി ആരംഭിച്ചിരിക്കുന്നു, തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നു. യോഗം ആരംഭിക്കുമ്പോൾ തന്നെയും LDF-ലെയും നേരത്തെ ചേർന്ന LDF PB യോഗങ്ങളുടെയും സംസ്ഥാന സെക്രട്ടറി യോഗത്തിൻ്റെയും തനിയാവർത്തനം തന്നെയായിരുന്നു പ്രധാനമായും ഇതിലുണ്ടായിരുന്നത്. CPM-ലെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് സംബന്ധിച്ച ചർച്ച CPM-ൽ പോലും നേതാക്കൾക്കിടയിൽ തന്നെ ഈ നേതൃനിരയിലേക്ക് ആരെ കൊണ്ടുവരണമെന്ന് പരോക്ഷമായ ചർച്ചകൾ തുടക്കത്തിൽ തന്നെ നടന്നിരുന്നു. ആ ചർച്ചയിലെല്ലാം തന്നെ താഴെത്തട്ടിൽ നിന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വന്ന ശേഷം ചർച്ച ചെയ്താൽ മതിയെന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ ആവശ്യം. എന്നാൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ മുറുകുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള നേതാവ് ആരാണെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്തു. തുടർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും മിനിറ്റുകൾ ചർച്ച നടക്കുകയും ചെയ്തു. നിലവിൽ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു അന്തരീക്ഷത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ ഒരു വിരുദ്ധ വികാരം ഈ സംസ്ഥാന കമ്മിറ്റിയിലും അലയടിച്ചു കഴിഞ്ഞാൽ പ്രധാനമായി ഈ സ്ഥാനത്തേക്ക് വരാൻ പിണറായി വിജയൻ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ KN ബാലഗോപാലിനായിരിക്കും സാധ്യത. എന്നാൽ ഒരു വിഭാഗം CPM നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ ഈ സ്ഥാനത്തേക്ക് വരണമെന്നും KN ബാലഗോപാലിനെ ഉപനേതൃസ്ഥാനം നൽകണമെന്നുമാണ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാളെയും സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ നാളെ കൂടി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങളിലേക്ക് CPM നേതാക്കൾ കടക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ പ്രധാനമായും CPI ഉപനേതൃസ്ഥാനം അവകാശവാദത്തെ ചൊല്ലി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് CPM നേതാക്കൾക്കുള്ളത്. കീഴ്ഘടകങ്ങൾക്ക്, അതായത് മറ്റ് പാർട്ടി ഘടകകക്ഷികൾക്ക് ഇത്തരത്തിൽ ഉപനേതൃസ്ഥാനം നൽകുന്ന ഒരു കീഴ്വഴക്കം CPM-ന് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമില്ല. അങ്ങനെ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് CPM നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കടുത്ത അതൃപ്തിയിലാണ് ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPI-യുടെ അവകാശവാദത്തിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് CPM നേതാക്കൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഗൗതം, ഓക്കെ ശ്യാം, CPM-ന്റെ നേതൃയോഗം ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ കടുത്ത അതൃപ്തി CPM-നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഈ CPM സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.